എത്ര സുന്ദരമീ ഖുർആൻ 22-ാം ഭാഗം. വിളക്കും വെളിച്ചവും. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിലെ ഓരോ പദപ്രയോഗങ്ങളുടെയും തെരഞ്ഞെടുപ്പ് എത്ര കൃത്യവും സൂക്ഷ്മവുമാണ് എന്ന് പരിശോധിച്ചു നോക്കിയാൽ നാം അത്ഭുതപ്പെട്ടു പോകും. ഉദാഹരണത്തിന് സൂറത്തുൽ ഫുർഖാനിലെ 61-ാമത്തെ ആയത്തിലെ സിറാജ്, മുനീർ, ഈ 2 പദങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങൾ ഉണ്ടാക്കിയ അല്ലാഹു ഏറെ അനുഗ്രഹമുള്ളവനാണ്. ആ ആകാശത്ത് അവൻ ജ്വലിക്കുന്ന വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നു, പ്രകാശിക്കുന്ന ചന്ദ്രനെയും സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ ആകാശത്ത് സൂര്യനെയും ചന്ദ്രനെയും സ്ഥാപിച്ചിരിക്കുന്നത് അല്ലാഹു പറഞ്ഞത് വജഅല ഫീഹാ സിറാജം വഖമറൻ മുനീറ. സൂര്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സിറാജ് എന്നും ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖമറൻ മുനീറ, പ്രകാശിക്കുന്ന ചന്ദ്രൻ എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. സൂറത്ത് നൂഹിൽ കാണാം 16-ാമത്തെ ആയത്തിൽ വജഅലൽ ഖമറ ഫീഹിന്ന നൂറ വജഅല ശംസ സിറാജ. അതിൽ വെളിച്ചമായി നാം ചന്ദ്രനെ ഉണ്ടാക്കിയിരിക്കുന്നു, വിളക്കായി നാം സൂര്യനെയും ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ വിളക്കായിട്ട് സൂര്യൻ, വെളിച്ചമായിട്ട് ചന്ദ്രൻ. ഇവിടെ ഖമറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നൂർ എന്നും സൂര്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും സിറാജ് എന്നുമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സൂറത്തു നബയിൽ അല്ലാഹു സൂര്യനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് വജഅൽനാ സിറാജം വഹാജ. വഹാജ് എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്ന എന്നാണ്. വജഅൽനാ സിറാജം വഹാജ, നിരന്തരം കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിളക്ക്. അപ്പോൾ സൂര്യനെക്കുറിച്ച് പറഞ്ഞിടത്ത് സിറാജ് വഹാജ്, കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അതികഠിനമായ ചൂടുള്ള വിളക്ക്. അവിടെ സിറാജ് വഹാജ് എന്നാണ് പറഞ്ഞത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള വിശേഷണം സൂറത്തുൽ അഹ്സാബിൽ കാണാം, അത് സിറാജ് മുനീർ എന്നാണ്. പ്രകാശിക്കുന്ന വിളക്ക്, പ്രകാശം പരത്തുന്ന വിളക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്, യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. സൂറത്തുൽ അഹ്സാബ് 45-ാമത്തെ ആയത്ത്. പ്രവാചകരെ, തീർച്ചയായും നാം താങ്കളെ സാക്ഷിയായും ശുഭവാർത്ത അറിയിക്കുന്നവനായും മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ട് നിയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനായി, വിളിക്കുന്നവനായി താങ്കളെ നാം നിശ്ചയിച്ചിരിക്കുന്നു. വസിറാജം മുനീറ, വെളിച്ചം പരത്തുന്ന ഒരു വിളക്കായിട്ടും നാം നിന്നെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിറാജം മുനീറ, വെളിച്ചം പരത്തുന്ന വിളക്ക് എന്നാണ് സൂറത്തുൽ അഹ്സാബിൽ വിശേഷിപ്പിച്ചത്. സൂര്യനെ സിറാജം വഹാജ, കത്തിജ്വലിക്കുന്ന വിളക്ക് എന്നുമാണ് സൂറത്തു നബയിൽ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജ് മുനീറാണ്, സൂര്യൻ സിറാജ് വഹാജാണ്.
സിറാജ് വഹാജ് എന്ന് പറഞ്ഞ കത്തിജ്വലിക്കുന്ന അതികഠിനമായ ചൂടുള്ള സൂര്യൻ, അതിലേക്ക് ആരെങ്കിലും അതിൻ്റെ അടുത്തേക്കെങ്ങാനും അടുത്തുപോയാൽ കത്തിക്കരിഞ്ഞില്ലാതാകും. അതാണ് സിറാജ് വഹാജ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജ് മുനീറാണ്, വിളക്കാണ്. ആ വിളക്കിൽ നിന്ന് വരുന്ന വെളിച്ചത്തിലേക്ക് ആരെങ്കിലും വന്നാൽ അവർക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ, സമാശ്വാസത്തിൻ്റെ വെളിച്ചമാണ് റസൂലിൻ്റെ. അതിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നാൽ കരിഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചപ്പോൾ വസിറാജം മുനീറ, പ്രകാശം പരത്തുന്ന, ഒരർത്ഥത്തിൽ തണുപ്പുള്ള പ്രകാശം പരത്തുന്ന വിളക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് വിശേഷിപ്പിച്ചത്. ആ റസൂലിൻ്റെ ഒരു വിശേഷണമാണ്. എന്നാൽ സൂര്യൻ്റെ സ്വഭാവമാണ് സിറാജ് വഹാജ് എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചത് സിറാജ് മുനീർ എന്നും സൂര്യനെ വിശേഷിപ്പിച്ചത് സിറാജ് വഹാജ് എന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകിയ ആ പ്രകാശം എടുത്തണിഞ്ഞ് ആ പ്രകാശം പ്രസരിപ്പിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അൽ ഉലമാഉ അഖ്മാർ എന്ന് പറയാറുണ്ട്. പണ്ഡിതന്മാർ ചന്ദ്രന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജ് മുനീറാണ്, വെളിച്ചം പരത്തുന്ന സൂര്യനാണ്. റസൂലിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് അത് ലോകത്തിന് പ്രസരിപ്പിക്കുന്ന ചന്ദ്രന്മാരാണ് പണ്ഡിതന്മാർ. അൽ ഉലമാഉ അഖ്മാർ എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് സിറാജ് എന്ന പദവും മുനീർ എന്ന പദവും ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നോക്കുക. സിറാജ് വഹാജ്, സൂര്യൻ കത്തിജ്വലിക്കുന്നു. സിറാജ് മുനീർ, പ്രകാശം പരത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സവിശേഷത. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞിട്ടുള്ള, സൂറത്തുൽ ഫുർഖാൻ 61-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ആയത്തിൻ്റെ ആശയം ഇത് വെച്ച് ഒന്ന് സൂക്ഷ്മമായി വിലയിരുത്തി നോക്കുക. എത്ര മനോഹരമാണ് ഖുർആനിലെ പദപ്രയോഗങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ആകാശമണ്ഡലങ്ങളുണ്ടാക്കി, ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങളുണ്ടാക്കി, നക്ഷത്രപഥങ്ങളുണ്ടാക്കി. തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജ. എന്നിട്ട് അള്ളാഹു പറയുന്നു വജഅല ഫീഹാ സിറാജം വഖമറം മുനീറ. 1450 വർഷങ്ങൾക്ക് മുമ്പാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ആകാശ ലോകത്ത് അവൻ നക്ഷത്രമണ്ഡലങ്ങൾ ഉണ്ടാക്കി. ആകാശത്ത് സ്വയം പ്രകാശിക്കുന്ന സൂര്യനും ആ പ്രകാശത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് വെളിച്ചം പരത്തുന്ന ചന്ദ്രനും അള്ളാഹു ഉണ്ടാക്കി. ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞിടത്ത് മുനീർ, പ്രകാശം പരത്തുന്നത് എന്നാണ് പ്രയോഗിച്ചത്. സൂര്യനെക്കുറിച്ച് പറഞ്ഞിടത്ത് സ്വയം കത്തുന്നത്, സ്വയം പ്രകാശിക്കുന്നത് എന്നർത്ഥത്തിലുള്ള സിറാജ്, വിളക്ക് എന്നാണ് പ്രയോഗിച്ചത്. സൂര്യൻ സ്വയം കത്തുന്നതാണ്, ചന്ദ്രൻ സ്വയം കത്തുന്നതല്ല. സൂര്യനിൽ നിന്ന് പ്രകാശം ആവാഹിച്ച് പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് എന്ന് ഈ പദപ്രയോഗങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂര്യൻ സിറാജാണ്, ഖമർ മുനീറാണ്. സൂര്യൻ സ്വയം കത്തുന്നതാണ്, പ്രകാശിക്കുന്നതാണ്. ചന്ദ്രൻ ആ പ്രകാശം സ്വീകരിച്ച് തണുപ്പുള്ള നിലാവ്, ചന്ദ്രിക പരത്തുന്നതാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിലെ പദങ്ങളുടെ സൂക്ഷ്മമായ തെരഞ്ഞെടുപ്പ്. എത്ര സുന്ദരമേ ഖുർആൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.